നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു ഓൾറെഡി. നമ്മൾ ട്രെയിനിങ് തുടങ്ങിക്കഴിഞ്ഞു. എന്ത് തോന്നുന്നു നിങ്ങൾക്ക് പരിചയപ്പെട്ട്? ആരെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റുന്നുണ്ട്, ഇനിയും അറിയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അറിയാണ്ട് ചോദിച്ചില്ല. കുടുംബത്തിനത്തിന് 2 ആണോ 3 ആണോ മുതൽ ഇത് നിങ്ങൾ അറിയണം. നിങ്ങൾ തമ്മിൽ നല്ല ഇഴയെടുപ്പും വേണം. ഒരു അസോസിയേഷനിലായിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ, ഒരു കമ്പനി എന്ന് പറയുമ്പോൾ എല്ലാവരും ചേർന്ന് നന്നായിട്ട് പോകുമ്പോൾ മാത്രമേ കമ്പനി വലുതാവൂ. നിങ്ങൾ വലുതാവും, കമ്പനി വലുതാവും. ഒന്നുകൂടി, നിങ്ങൾക്ക് ഏറ്റവും അടുത്ത 2 പേരോട് നിങ്ങളുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം, എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവും വീട്ടിൽ. എൻ്റെ വീട്ടിൽ പ്രശ്നമില്ലാതാണ് ഞാൻ കൊണ്ട് വരുന്നത്. ഞാൻ ട്രെയിനറാണ്, ഇൻസ്പിറേഷനാണ്, മോട്ടിവേഷനാണ്. വീട്ടിൽ കയറി ഞാൻ വീട്ടുകാരനാണ് അല്ലേ? എനിക്ക് എൻ്റെതായ പ്രശ്നം ഉണ്ടാവും. ഈ പ്രശ്നം ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാലോ ഇത് വലുതാവും, തലപുകയും, ടെൻഷനാവും, ഒരുപാട് സംഗതിയോട്. അതിന് പകരം തൊട്ടടുത്ത ആളോട് പറയാം, അദ്ദേഹത്തിന് ഇതിനൊരു പരിഹാരം തരാൻ പറ്റില്ല, ഒരു പരിഹാരം അദ്ദേഹത്തിന് തരാൻ പറ്റില്ല, പക്ഷെ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിലൊന്ന് ഹീലാവും. അപ്പോൾ ഏറ്റവും അടുത്ത കുറേ ആളുകൾ വേണം. അതോടുകൂടി എല്ലാവരും അടുത്തവരായിരിക്കണം. പിന്നെ ഇതിപ്പോൾ ആ നൂല് മുഴുവനായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് മനോഹരമായൊരു വെബ്ബാവുമായിരുന്നു. ഒരു വെബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതറില്ലേ, ചിലന്തി വല എന്ന ചിലന്തിക്ക് ആ സംഗതി മാത്രമേ അറിയുള്ളൂ. ചിലന്തി ചെയ്യുന്നത് പോലെ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല, ഉണ്ടാക്കുന്ന പോലെ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. ഇത് മനോഹരമായ വെബ്ബാക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി. ഓക്കെ, ഈ സാധനം ശക്തി കുറഞ്ഞ നൂലാണ്. ഒന്ന് ഞെക്കി പിടിച്ചത് പൊട്ടും അല്ലേ? അതിനർത്ഥം പിടിക്കേണ്ട അളവിലേ നിങ്ങൾ പിടിക്കാവൂ. തമ്മിലുള്ള ബന്ധങ്ങൾ ബലം കൂട്ടിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. ഇനി ബലം കുറച്ചാലോ ഭംഗി കുറയും. ഓക്കെ, താണു കിടക്കുകയാണെങ്കിൽ ഭംഗിയില്ല. ഈ വെബ് ബ്യൂട്ടിഫുള്ളായിട്ട് നിൽക്കണമെന്നെങ്കിൽ ഏതളവിലാണോ അത് വെക്കേണ്ടത് ആ അളവിൽ നിൽക്കണം, അല്ലെങ്കിൽ ഇതൊരു ഭംഗിയില്ലാതോ. ശരിയല്ലേ? ഇത് തന്നെയാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഇഴയെടുപ്പം എന്ന് പറയും. പരസ്പരം ചേർന്ന് പോവുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതൊരു ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കൂടുമ്പോൾ ഇമ്പം കൂടുന്നതാണ് കുടുംബം അല്ലേ? ഒരു കുടുംബമായിട്ട് പോകണം, എങ്കിൽ മാത്രമേ 25 വർഷമായിട്ടുള്ളൂ. ഇനിയും ഒരു 100 വർഷം പോകണം കമ്പനി. ശില്പി എന്ന് പറയുന്ന കമ്പനി അതായിട്ട് അങ്ങോട്ട് വളരണം. നിങ്ങളോ ആരും ഉണ്ടായാലും ഇല്ലെങ്കിലും ഇത് വളരണം. അതൊരു പ്രസ്ഥാനമാണ്. അങ്ങനെ വളരണമെന്നുണ്ടെങ്കിൽ ഈ ബന്ധം നന്നായിട്ട് കീപ്പ് ചെയ്യണം. വലിക്കേണ്ട അളവിൽ വലിക്കണം, നിവർത്തേണ്ട അളവിൽ നിവർത്തണം, ചുരുക്കേണ്ട അളവിൽ ചുരുക്കണം. ഇങ്ങനെ പോകുമ്പോൾ മാത്രമേ ഭംഗിയായിട്ട് പോകുള്ളൂ. 3, അടുത്തത്, നിങ്ങളെ പറ്റിയിട്ടൊരു നന്മ വേറൊരാൾ പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നൊരു ഒരു 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 മനസ്സിനുള്ളൊരു കുളിരുണ്ടല്ലോ, അത് വലിയ സംഗതിയാണ്. നമുക്ക് മറ്റുള്ളവരിൽ നന്മ കാണാൻ പറ്റണം. മറ്റുള്ളവരിൽ നന്മ കാണാൻ പറ്റുന്നതാണ് നമ്മുടെ നന്മ എന്ന് പറയുന്നത്. അതറിഞ്ഞാൽ മാത്രം പോരാ, അത് ആളോട് എക്സ്പ്രസ് ചെയ്യാൻ പറയണം. നീ ഇന്നതാണ്, നീ ആൾ നല്ലതാണ്, എനിക്ക് ഇന്നതെല്ലാം കഴിവുണ്ട്, നിൻ്റെ ഈ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്ന് പറയണം. ക്ലിയർ ആണോ? എന്തെങ്കിലും അവൻ അപാകത ഉണ്ടെങ്കിൽ അത് കൂട്ടി വിളിച്ചു കൊണ്ടുപോയിട്ട് തനിയെ സ്വകാര്യമായിട്ട് പറഞ്ഞു നോക്കണം. അതാണ് ഭംഗി. ഇതാണ് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. നിങ്ങളെ പരിചയപ്പെട്ടു, എന്നെ പരിചയപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ ഇരുന്നോളൂ. താങ്ക് യു വെരി മച്ച്.